നവസൂരികളുടെ വായ്ത്താരികളിൽ മസർ നാടുണ്ടായിരുന്നു. നൈൽ നദി ഒരു പ്രകേളിക പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. പലായനങ്ങളും യുദ്ധങ്ങളും അഭയങ്ങളും ഈ നാടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. നാട് ഭരിച്ചിരുന്ന ഫറവോന്മാരുടെ വീരസാഹസിക കഥകൾ വരകളിലും വാക്കുകളിലും നിറഞ്ഞു നിന്നിരുന്നു. പരലോക സങ്കല്പങ്ങൾ പേറി പിരമീഡുകൾ തലയുയർത്തി നിന്നിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കം പേറുന്ന മൃതശരീരങ്ങൾ നിഗൂഢതയുടെ പൊരുളാവഹിച്ച് നമ്മെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. മരുഭൂമികളുടെ വന്യതകൾ ഭീകരമായ ഒരു തിരശ്ശീല സൃഷ്ടിച്ച് കിടപ്പുണ്ടായിരുന്നു. മോശയുടെയും അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും കഥകൾ സെർബൽ മൗസ പർവ്വതങ്ങളിൽ നിന്നും മുഴങ്ങിക്കേട്ടിരുന്നു. ഐതിഹ്യങ്ങളും മിത്തുകളും വിശ്വാസങ്ങളും തനത് സംസ്കാരവുമായി ഇഴചേർന്ന് കിടന്നിരുന്നു. ഈജിപ്തിൻ്റെ മണ്ണിലൂടെയുള്ള യാത്ര അത് പുരാതന സംസ്കാരങ്ങളുടെ ആത്മാവിലൂടെയുള്ള യാത്രയാണ്. കാലാതീതമായി നിലനിൽക്കുന്ന കഥകളിലൂടെയുള്ള പ്രയാണമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറൻ മേഖലയിലെ രാജ്യങ്ങളിലൊന്നാണല്ലോ ഈജിപ്ത്. പുരാതന സംസ്കൃതികളുടെ നേർക്കാഴ്ചകളും അടയാളങ്ങളും അവശേഷിക്കുന്ന ചരിത്ര ഭൂമിക. ചരിത്രങ്ങളും ജീവിതങ്ങളും യുദ്ധങ്ങളും പലായനങ്ങളും ഏറെ കണ്ട നൈൽ നദി, പിരമീഡും ഫറവോന്മാരും ആദ്യകാല സംസ്കാരങ്ങളുടെ വിളംബര ധ്വനികൾ. കെയ്റോ, ഈജിപ്തിന്റെ തലസ്ഥാനം. വിജയി എന്നാണ് കെയ്റോ എന്ന വാക്കിന്റെ അർത്ഥം. വളരെ പൊക്കമുള്ള പഴയ നിരവധി കെട്ടിടങ്ങൾ. മരുഭൂമികളാൽ നിറയപ്പെട്ട ഈജിപ്തിലെ ജനങ്ങൾ ഭൂരിഭാഗവും വസിക്കുന്നത് കെയ്റോ, അലക്സാൻഡ്രിയ പട്ടണങ്ങളിലാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും നൈൽ നദിയോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലാണ് വസിക്കുന്നത്. താമസിച്ച ഹോട്ടലിൽ നിന്നുള്ള കാഴ്ചയാണിത്. താഴെ നൈൽ നദി ശാന്തമായി ഒഴുകുകയാണ്. കെയ്റോ നഗരത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യവും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ചെറിയൊരു മലയാളി സമൂഹം കെയ്റോവിലുണ്ട്. വ്യത്യസ്ത കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും ഹോസ്പിറ്റൽ നഴ്സുമാരുമാണ് കൂടുതൽ. 6650 കിലോമീറ്റർ ഭൂമികയിൽ ഹരിതാപ പടർത്താൻ നൈൽ പിന്നെയും ശാന്തമായി ഒഴുകിക്കൊണ്ടേയിരുന്നു. ജീവന്റെ കഥകൾ ഒരിക്കലും തീരുന്നില്ല. പതിനാലാം നൂറ്റാണ്ടിലെ പ്ലേഗ് മഹാമാരി ഈജിപ്ഷ്യൻ ജനതയുടെ 40% ഇല്ലാതാക്കി. 1687 മുതൽ 1731 വരെ നീണ്ടുനിന്ന കഠിനമായ ക്ഷാമം ഈജിപ്തിന്റെ സാമ്പത്തിക സാമൂഹിക മണ്ഡലങ്ങളെ ഏറെ ബാധിച്ചു. ക്ഷാമം ഈജിപ്ഷ്യൻ ജനസംഖ്യയുടെ 1/6 അപഹരിക്കും. ഈജിപ്തിലെ ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ജനങ്ങൾ കൂട്ടത്തോടെ വോട്ടിങ്ങിനെത്തി. മുസ്ലിം ബ്രദർഹുഡിൽ നിന്നുള്ള മുഹമ്മദ് മോർസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അധിക കാലം ആ കസേരയിലിരിക്കാൻ മോർസിക്ക് കഴിഞ്ഞില്ല. ആഭ്യന്തര കലാപങ്ങൾക്കും ആക്രമണങ്ങൾക്കും ശേഷം 2013 ജൂലൈ 3 പട്ടാളം മോർസി ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. 2014 ജൂൺ 8 അബ്ദൽ ഫത്താഹ് എൽ സിസി ഈജിപ്തിന്റെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. 2018 2024 എൽ സിസി വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈജിപ്ത് എന്നും അശാന്തമായിരുന്നു. അരാജകത്വവും ഭരണ അട്ടിമറികളും എന്നും മസർ നാടിനെ അസ്വസ്ഥമാക്കിയിരുന്നു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മത തീവ്രവാദവും ഒക്കെ ഈജിപ്തിന്റെ വളർച്ചയെ കാര്യമായി എന്നും ബാധിച്ചിട്ടുണ്ട്.
ജനസംഖ്യയുടെ ഏതാണ്ട് 30% പേരും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. വീടില്ലാത്ത ലക്ഷക്കണക്കിന് പേർ ചേരികളിലും മറ്റുമാണ് അധിവസിക്കുന്നത്. അടിസ്ഥാന വികസനം എത്താത്ത ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗവും സാക്ഷരതാ നിരക്കും പുരോഗതി കൈവരിച്ചു വരുന്നേയുള്ളൂ. ഈജിപ്തിലെ കാലാവസ്ഥയും എടുത്തു പറയേണ്ടതുണ്ട്. മരുഭൂമികളാൽ നിറയപ്പെട്ട രാജ്യം, മിക്കപ്പോഴും ചൂടേറിയതും വരണ്ടതുമാണ്. കെയ്റോ പോലുള്ള പട്ടണങ്ങളിൽ മഴ കാണാ കാഴ്ചയാണ്. ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിയാൽ ആയി. ഇങ്ങനെയൊക്കെ പ്രതികൂലമായ നിരവധി ഘടകങ്ങൾ നിലനിൽക്കുമ്പോഴും അവരും ജീവിതം ആസ്വദിക്കുന്നു. സാമൂഹ്യ ജീവിതവും ആഘോഷങ്ങളും ഒക്കെയായി നഗരജീവിതം വർണ്ണാഭമാണ്. നിശാ പാർട്ടികളും ഒത്തുചേരലുകളും സജീവമാണ്. നൈലിന്റെ ദാനമാണ് ഈജിപ്ത് എന്നാണല്ലോ പഴമൊഴി. നൈലിനെ ചുറ്റിപ്പറ്റിയാണ് ഈജിപ്തിന്റെ ജീവിതങ്ങളൊക്കെ. ഈജിപ്തിന്റെ മുഖ്യ വരുമാന സ്രോതസ്സുകളിലൊന്ന് ടൂറിസമാണ്. ഓരോ വർഷവും ഏകദേശം 13 ബില്യൺ US$ ടൂറിസത്തിൽ നിന്നും ഈജിപ്ത് സ്വന്തമാക്കുന്നത്. റിവർ, ബീച്ച് ടൂറിസവും പുരാതന സംസ്കാര നിർമ്മിതികളും ലക്ഷക്കണക്കിന് പേരെയാണ് ഓരോ വർഷവും ഈജിപ്തിൽ എത്തിക്കുന്നത്. ഈജിപ്തിലെ ഏറ്റവും പൊക്കം കൂടിയ നിർമ്മിതികളിൽ ഒന്നാണ് കെയ്റോ ടവർ. 1958 വരെ ഈജിപ്തിലെ ഏറ്റവും പൊക്കമുള്ള നിർമ്മിതിയുടെ സ്ഥാനത്തായിരുന്നു ഈ ടവർ. 187 മീറ്റർ ഹൈറ്റ്. 1961 പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത ഈ ടവറിൽ നിന്ന് നോക്കിയാൽ കെയ്റോവിന്റെ വിഗ്രഹ വീക്ഷണം ലഭിക്കും. പിരമിഡും നൈലും നഗരവുമൊക്കെ വളരെ നന്നായി കാണാം. ടവറിന്റെ ഏറ്റവും മുകളിൽ കഫ്റ്റീരിയയും മിനി റെസ്റ്റോറന്റുമുണ്ട്. പുരാതന ഈജിപ്ഷ്യൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഫറോനിക് പേഴ്സണൽ അനാലിസിസ് എന്ന പേരിൽ നിങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾ ഗണിച്ചെഴുതി തരുന്ന ജ്യോതിഷികളും അവിടെയുണ്ട്. അടി 137 മീറ്റർ പൊക്കത്തിൽ നിൽക്കുന്ന പിരമിഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്കുള്ളിലൂടെയുള്ള വളരെ ക്ലേശകരമായ ഇടുങ്ങിയ വഴിയാണിത്. മരപ്പലകൾ കൊണ്ടുണ്ടാക്കിയ കഷ്ടി 2 പേർക്ക് പോകാവുന്ന ചെങ്കുത്തായ പാത. പലയിടത്തും ഒരാൾ പൊക്കമില്ലാത്തത് കൊണ്ട് കുനിഞ്ഞു വേണം പോകാൻ. പ്രായമുള്ളവര്, മറ്റു ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, ശ്വാസതടസ്സം അനുഭവിക്കുന്നവർ, അതുപോലെ ക്ലസ്ട്രോഫോബിയ ഉള്ളവരൊക്കെ തീർച്ചയായും ഈ യാത്ര ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. അരണ്ട വെളിച്ചമാണ് ഇവിടെയുള്ളത്. Whoa. 慢一点好啊。Yeah, you may go. Oh, all right. Shit. Oh. Moi j'en ai une. Il y a offert le oh putain, c'est extra. Thank you aussi.
Oh, thank you. You're welcome. Excuse me. Damn. Ga proberen, ja. Ik moet snel gaan. ഞാനങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. നല്ലപോലെ കിതപ്പുണ്ട്. ഇവിടെ ഒരു കുടീരം പോലെ തോന്നിപ്പിക്കുന്ന ഒരു നിർമ്മിതി കാണാം. മുൻപെങ്ങോ ഇവിടെ മൃതശരീരം അടക്കം ചെയ്തിട്ടുണ്ടാകാം. കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സെക്യൂരിറ്റി നിൽപ്പുണ്ട്. കൂടുതൽ ഫോട്ടോ വീഡിയോ എടുക്കാൻ മൂപ്പർ സമ്മതിക്കുന്നില്ല. ഏതാനും മിനിറ്റുകൾ അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ചിറക്കാം. ഇടുങ്ങിയ വഴിയിലൂടെയുള്ള തിരിച്ചിറക്കവും ക്ലേശകരം തന്നെയാണ്. കെയ്റോ മ്യൂസിയം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. താഹിർ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിൽ 1,20,000-ൽ പരം പ്രദർശന വസ്തുക്കളുണ്ട്. 2021 വരെ പ്രശസ്തമായ മമ്മികൾ ഈ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോഴും 2 മമ്മികൾ ഇവിടെ പ്രദർശനത്തിന് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം മമ്മികളും ഹൂസ്റ്റാറ്റിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ മ്യൂസിയമായ നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2021 ഏപ്രിൽ 3-ന് 22 മമ്മികളെ പുതിയ മ്യൂസിയത്തിലേക്ക് മാറ്റുന്ന ചടങ്ങ് അതിഗംഭീരമായ ഘോഷയാത്രയോടെയാണ് ഈജിപ്ത്, പ്രത്യേകിച്ചും കെയ്റോ ആഘോഷിച്ചത്. ദ ഫറോസ് ഗോൾഡൻ പരേഡ് എന്ന് വിളിപ്പേരിട്ട പ്രൗഢമായ ഈ ഘോഷയാത്ര ഈജിപ്തിന്റെ തനത് സംസ്കാരങ്ങളുടെയും ചരിത്രത്തിന്റെയും വിളംബരവും ഉദ്ഘോഷവും ആയിരുന്നു. ഇതാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. 22 മമ്മികളെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതിൽ 18 രാജാക്കന്മാരുടെയും 4 രാജ്ഞിമാരുടെയും മമ്മികൾ ഉൾപ്പെടുന്നു. 50,000-ലധികം പ്രദർശന വസ്തുക്കൾ ഇവിടെയുണ്ട്. പുരാതന സംസ്കാരങ്ങളുടെ അടയാളങ്ങളും അഴകുകളും ഇവിടെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. കെയ്റോ മ്യൂസിയത്തിലുണ്ടായിരുന്ന ഒട്ടേറെ പ്രദർശന വസ്തുക്കൾ ഗിസയിലെ പുതിയ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
കഴിഞ്ഞ മാസം 2024 ഒക്ടോബർ 16 ഈ മ്യൂസിയവും പ്രദർശനത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. കെയ്റോ ടൂറിസത്തിന്റെ ആകർഷണങ്ങളിൽ ഒന്നാണ് ക്രൂയിസ് ഷിപ്പ് യാത്ര. ആഡംബര നൗക എന്ന് തന്നെ വിളിക്കാം. ബൃഹത്തായ യാനം, വളരെ നല്ല രീതിയിലുള്ള സീറ്റിംഗ് സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും, ബഫെ രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം, എന്റർടൈൻമെന്റ് പരിപാടികൾ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നൈലിലൂടെ കറങ്ങാം. ഒരാളുടെ ടിക്കറ്റ് കോസ്റ്റ് 650 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 1200 രൂപയ്ക്കടുത്ത്. സെയിന്റ് ജോർജ് ചർച്ച് 10ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ നിർമ്മിച്ച ഒരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അലക്സാൻഡ്രിയയുടെ ഓർത്തഡോക്സ് ബിഷപ്പ് അത്തനാസിയാസ് പണി കഴിപ്പിച്ചതായിരുന്നു ആ പഴയ പള്ളി. കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ ഒരു തീപിടുത്തത്തെ തുടർന്ന് ആ പഴയ പള്ളി കത്തിയമർന്നു. 1909 ഈ കാണുന്ന പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത്. സെയിന്റ് ജോർജിനെ തടവിലാക്കി പാർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന പഴയൊരു വീടാണിത്. ചെറിയൊരു ഭൂഗർഭ അറ. റോമൻ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന പലസ്തീനിയൻ യുവാവായിരുന്നു ജോർജ്. ക്രിസ്തുമത വിശ്വാസം തള്ളിപ്പറയാതിരുന്നതിനാൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ജോർജിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നാണ് വിശ്വാസം. AD 303 കരുതപ്പെടുന്നു. ക്രിസ്തുമതത്തിന്റെ ആദ്യകാല പ്രഭവ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈജിപ്ത്. 7ാം നൂറ്റാണ്ട് വരെയും ഏറ്റവും പ്രബലമായ മതവിഭാഗവും ഇതായിരുന്നു. ഇപ്പോഴും ഒട്ടേറെ ക്രിസ്ത്യൻ പള്ളികൾ കെയ്റോവിലും ഈജിപ്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുണ്ട്. മൊത്തം ജനസംഖ്യയുടെ 10% ഇപ്പോഴും ക്രിസ്തുമത വിശ്വാസികളാണ്. അതിൽ തന്നെ 90% കോപ്റ്റിക് ഓർത്തഡോക്സ് വിശ്വാസികളാണ്. ഖാൻ എൽ ഖലീലി മാർക്കറ്റാണിത്. വളരെ തിരക്കേറിയ മാർക്കറ്റാണിത്. ആന്റിക് സാധനങ്ങൾ, ടോക്കനുകൾ, പുരാവസ്തു സാമഗ്രികൾ, കരകൗശല വസ്തുക്കൾ, തുണികൾ, ബാഗുകൾ തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇവിടെ. വലിയ വിലയൊക്കെ പറയുമെങ്കിലും വില പേശാൻ അറിയുമെങ്കിൽ തരക്കേടില്ലാത്ത വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാം.
ഈജിപ്ത് പ്രാചീന സംസ്കാരങ്ങളുടെ ഈറ്റില്ലമാണ്. അത് വൈരുദ്ധ്യങ്ങളുടെ ഭൂമികയാകുമ്പോൾ തന്നെ അനന്തതയിലേക്ക് നമ്മെ നോക്കാൻ പ്രേരിപ്പിക്കുന്നു, പഴമയിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ കൊതിപ്പിക്കുന്നുണ്ട്. ഇന്നലകളെ നമുക്കങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റുമോ?